ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 നൂദില ഫാക്ടറി വീക്കിലി ടാസ്ക് കഴിഞ്ഞു. ടാസ്കിന്റെ 3-ാം ദിവസം നൂറയ്ക്ക് ബിഗ് ബോസ് കൊടുത്ത ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനാകാതെ ടാസ്ക് പരാജയപ്പെട്ടു. അക്ബർ, അഭിലാഷ്, മസ്താനി, ഒനീൽ എന്നിവരായിരുന്നു ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ മുന്നിൽ നിന്നത്. ഇന്ന് തുടക്കത്തിൽ ടാസ്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നൂറ ശ്രമിച്ചു. കഴിഞ്ഞ ദിവസത്തെ പോലെ ആയിരുന്നില്ല, ഇന്ന് എല്ലാവരും പണി ചെയ്യാൻ കൂടിയിരുന്നു. എന്നാൽ അക്ബറും കൂട്ടരും അവർ നേരത്തെ തീരുമാനിച്ച പ്രകാരം പണികൾ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്തത്. ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായെങ്കിലും ടാസ്ക് ബിഗ് ബോസ് ഉദ്ദേശിച്ച രീതിയിലേക്ക് തന്നെ പോയി. പലരും പറയുന്നത് ഇവരൊക്കെ മൈൻഡ് ഗെയിം എടുത്തില്ലെന്നാണ്. നൂറയ്ക്കും ഇതുപോലെ തന്നെ മൈൻഡ് ഗെയിം എടുക്കാമായിരുന്നു. പക്ഷെ നൂറയുടെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ, ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പുറത്തു പറയാൻ പറ്റില്ലെന്ന്. അതുമാത്രം പോരെ എല്ലാവർക്കും ഉള്ള സൂചന. അതുകൊണ്ടാണ് ഇന്നലെ മുതലുള്ള വർക്കുകൾ അവർ തടസ്സപ്പെടുത്താൻ തുടങ്ങിയത്. ഇന്നലെ ഒരു ഫുൾ സ്ട്രൈക്ക് മൂഡായിരുന്നെങ്കിൽ ഇന്ന് പണിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഓർഡർ കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ഇതിനിടയിൽ രണ്ട് വെള്ളത്തിൽ കാലിട്ട് നിന്ന ആളാണ് കേട്ടോ ഷാനവാസ്. ഇന്നലെ ഒന്നും മിണ്ടാതെ ഒരു സൈഡിൽ പണിയെടുക്കാതിരുന്നു. ഇന്ന് ബ്ലാക്ക് കോയിൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് പണിയൊക്കെ എടുത്ത് നൈസായിട്ട് കൂടെ നിന്നു. നൂറ പറഞ്ഞനുസരിച്ച് ഷാനവാസ് കുറെ വിവരങ്ങളൊക്കെ നൂറയ്ക്ക് ചോർത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൂറയിൽ നിന്ന് കുറെ കോയിൻസും കിട്ടി. ഏതായാലും ഷാനവാസ് ഇപ്പോൾ ഹാപ്പിയാണ്. നൂറയുടെ ഒരു സൂപ്പർ പവർ പോവുകയും ചെയ്തു, നോമിനേഷനിലും വന്നു, ഷാനവാസിന് കോയിൻസും കിട്ടി. പലരും ഈ ഒരു റിസൾട്ടിൽ ഹാപ്പിയാണ്. അതിൽ ആദ്യം അഭിലാഷാണ്. അഭിലാഷിന് ഇതൊരു മധുരപ്രതികാരമായിരുന്നു. കാരണം കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ അഭിലാഷിനെ ഊശിയാക്കി സ്വയം ഗെയിമറായി മാറിയ ആളാണല്ലോ ഈ നൂറ. അങ്ങനെ തന്നെ തിന്നാൻ നോക്കിയ സൂപ്പർ പവറിൽ ഒരെണ്ണാണല്ലോ ഇപ്പൊ ഡിസ്ക്വാളിഫൈ ആയത്. അതിലെന്തായാലും അഭിലാഷിന് സന്തോഷമുണ്ട്. അടുത്ത ആള് നെവിനാണ്. നെവിനെ ട്രിഗർ ചെയ്ത് മാസ് കാണിച്ച ആളാണല്ലോ ഈ നൂറയും ടീമും. സോ നെവിന് ഹാപ്പിയാണ്. പിന്നെ മസ്താനി, അക്ബർ, ലക്ഷ്മി, ഒനീൽ എന്നിവർ അവരുടെ ഗെയിം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയതിൽ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ആദിലാണ് നൂറയെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വിഷമിച്ച ആള്. ആദിലേക്ക് ഇക്കാര്യം അറിയായിരുന്നു. ഒപ്പം തന്റെ പാർട്ട്ണർക്കെതിരെ കഴിഞ്ഞ ദിവസം ടാസ്കിനിടയിൽ അക്ബർ കാണിച്ചതൊന്നും ആദിലേക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ആക്ച്വലി നൂറ ആ ഒരു പ്രഷറിൽ പോയി അക്ബറിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു. ഏതായാലും ഇന്നലെ മുതൽ ഇവർ രണ്ടുപേരും വാ അടച്ചിട്ടില്ല. ഫുള്ള് പറയുന്നത് അക്ബറിനെതിരെ മാത്രമാണ്. നമുക്കറിയാലോ, ആദില നൂറയൊക്കെ മനസ്സിൽ ആ ഒരു പക പരിപാടി ക്യാരി ചെയ്യുന്നവരാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, എന്തെങ്കിലും ഒരു അവസരം വന്നാൽ അക്ബറിന്റെ മേൽ ഇവർ ചാടി വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് നെവിന്റെ മേല് നൂറയൊക്കെ ചാടി വീണതാണ്. ഏതായാലും വൈകാതെ തന്നെ അക്ബറിന്റെ മേൽ ഇവരുടെ ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ ഈ ഒരു ഗെയിം അക്ബറും കൂട്ടരും തന്നെയാണ് നല്ല രീതിയിൽ കളിച്ചത്. എല്ലാവർക്കും ഈ അഖിൽമാരൊന്നും ആവാൻ പറ്റില്ലല്ലോ. ഇവിടെ ഈ ഒനിയിലും മസ്താനിയും അക്ബറും അഭിലാഷും ഒക്കെ ഉള്ളത്. അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കളിക്കുന്നു. അവർ കളിക്കട്ടെ. ബാക്കിയുള്ള വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്